കേട്ടോ ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നു? അവനെന്ത് പറ്റി? എന്ത് പറ്റി? എന്തോ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മളെ പെർഫോമൻസ് ആവറേജ് ആയിരുന്നു. പക്ഷെ നമ്മുടെ അശോകും സൂരജും അവരുടെ ടാർഗറ്റ് നല്ല രീതിയിൽ അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷെ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ജിതിൻ, താങ്കളുടെ കഴിഞ്ഞ 2 മാസമായിട്ട് പെർഫോമൻസ് അച്ചീവ് ആയിട്ടുമില്ല, ടാർഗറ്റ് അച്ചീവ് ആയിട്ടുമില്ല, പെർഫോമൻസ് വളരെ ലോയുമാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ജിതിന് പറയാനുള്ളത്? കുരുങ്ങിയിരിക്കല്ല വേണ്ടത്, എന്താണെന്ന് പറയാനുള്ള പറയാം. ശരി, ഒരു കാര്യം ചെയ്യും, അശോകും സൂരജും പൊക്കോളൂ, പക്ഷെ ജിതിൻ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഇപ്പോൾ കാര്യം പറയാനുണ്ട് സാറേ. ഇങ്ങനെ പോകണം ശരിയാവത്തില്ല. കാര്യം ഞാൻ സെയിൽസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ ജിതിനെ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല, നമുക്ക് ഉപയോഗമില്ല, കമ്പനിക്ക് ഉപയോഗമില്ല. സാർ ഇതിന് എന്തെങ്കിലും തീരുമാനം എടുക്കും. അഖിലെ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചോളാം. ഓക്കെ. എന്താ വിഷയം പറ. ഞാൻ ആകെ ലെസ്പാണല്ലേ. എന്നാ നോക്കട്ടെ, പറയടാ. എന്ത് പറ്റി എനിക്ക്? എന്താണ് വിഷയം? ഇല്ല സാറേ, കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ 2 മാസം എനിക്ക് ടാർഗറ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ? ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സാറേ. എന്താണ് അസുഖങ്ങളോ എന്താണ് ഇഷ്യൂസ്? അല്ല സാറേ, നമ്മളൊരു 5-6 മാസമായിട്ടൊരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ 4 ദിവസത്തെ ഒരു ലീവ് അപ്ലൈ ചെയ്തിട്ട് എനിക്കത് റിജക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് അത് ഉണ്ടാക്കിയായിരുന്നു. അത് കാരണം എനിക്ക് വർക്കിലൊന്നും ഫോക്കസ് ചെയ്യാൻ പോലും കഴിഞ്ഞ 2 മാസം പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു. എസ് പറഞ്ഞു റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച്. ഞാൻ സാർ എന്താണെങ്കിലും അത് പറഞ്ഞാൽ മതി. കഴിഞ്ഞ 5 വർഷമായിട്ട് നിന്റെ പെർഫോമൻസ് എന്താണെന്ന് എനിക്കും അറിയാം, കമ്പനിക്കും അറിയാം. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നീ ചെയ്യേണ്ടത് നിന്റെ ഓഡിയത്തിൽ നീ ഫോക്കസ് ചെയ്യുക. നീ ഓഡിയത്തിൽ ഫോക്കസ് ചെയ്തോ, ഇനി വരുന്ന മാസങ്ങളിൽ നീ അത് അച്ചീവ് ചെയ്യുക. ബാക്കി നിന്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് പരിഹാരം കാണാനുള്ള കേസുകളിലും നമുക്ക് പരിഹാരം കണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ നീ തക്കലം വയ്ക്കോ. നീ എന്തായാലും നല്ല രീതിയിൽ ജോലി ചെയ്യും. നമുക്ക് എന്തായാലും അടുത്ത മാസം സെയിൽസ് മീറ്റിംഗിൽ നിന്റെ പേരും ടാർഗറ്റ് അടിച്ച പേരിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ബാക്കി എല്ലാം നോക്കാം. ഓക്കെ, എന്താണ് വിഷയം? ആ ലീവിന്റെ വിഷയം ജിതിന്റെ. സാറിന് അറിയാതെ കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഓടി അച്ചീവ് ചെയ്തിട്ടില്ല സാർ. അതുകൊണ്ട് തന്നെ ആർക്കും ഞാൻ ലീവ് കൊടുത്തിട്ടില്ല. അഖിൽ, അവർ നമ്മുടെ എംപ്ലോയി ആണ്, നമ്മുടെ സ്ലേവ് അല്ല. ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നടപ്പിലാക്കിക്കൊടുത്താൽ മാത്രമേ നമ്മൾ അവരുടെ നല്ലൊരു മാനേജർ ആവുകയുള്ളൂ. ജിതിന് ആ ഫാമിലി ടൂർ ആവശ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള സെയിൽസിന് ജിതിയുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് അവൻ ആ ലീവ് അഖിൽ മാനേജ് കൊടുക്കുക. ഓക്കെ. ലാസ്റ്റ് മന്ത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മേജർ കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് ജിതിനാണ്. സെലിബ്രേറ്റ്.